Asylum Learning മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി കാന്തികതയും വൈദ്യുതിയും എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിലെ നമുക്ക് പഠിക്കാൻ. ഈ ചാപ്റ്ററിൽ നിന്നും എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ടു ദി ക്ലാസ്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ചോദ്യമാണ് എപ്പോഴും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഈ ഒരു ചോദ്യം മാത്രമല്ല, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്, നമുക്ക് ഇവിടെ രണ്ട് കാന്തങ്ങളെ നമുക്കിപ്പോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതാണ് ഒരു കാന്തം, ഇത് മറ്റൊരു കാന്തമാണ്. ഈ രണ്ട് കാന്തങ്ങൾക്കിടയിൽ എന്താണ് ഇതിങ്ങനെ കുറെ വരകൾ വരച്ചു വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ നിങ്ങള്? ഇതെന്താണ് സാധനം നമുക്കറിയില്ല അല്ലെ. അതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ എ ഏത് പോളാണ്, ബി ഏത് പോളാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇവിടെ എന്തുണ്ട്, ഒരു കംപ്ലീറ്റ് മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അതിന് ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഏതോ ഒന്ന് നോർത്ത് പോളും മറ്റൊന്ന് സൗത്ത് പോളും, അല്ലെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും ഇപ്പുറത്ത് എന്തോ ഒന്ന് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഏത് പോളാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മക്കളെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ വരകൾ എന്താണെന്നുള്ളത് കേട്ടോ. ഈ വരകൾ അല്ലെങ്കിൽ ലൈൻസ് എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും, കാന്തിക മണ്ഡല രേഖകൾ എന്നാ പറയാ. അപ്പൊ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? യെസ്, നമ്മൾ ഏതൊരു കാന്തം എടുത്തു കഴിഞ്ഞാലും, ഏത് കാന്തം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന് ചുറ്റും അതിന്റെ ഒരു ശക്തി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അതായത് ഇപ്പൊ എന്റെ കയ്യിലൊരു കാന്തം ഉണ്ട്, ഞാൻ അങ്ങ് കുറേ ദൂരെ പോയിട്ട് ഒരു ആണി വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ ഒട്ടിപ്പിടിക്കോ? ഒരിക്കലുമില്ല. അട്രാക്ട് ചെയ്യോ? ഇല്ല. എന്നാൽ ഞാൻ ഇവിടെ അല്ലെങ്കിൽ കുറച്ചൊക്കെ അതിൻ്റെ ഒരു അടുത്ത് അല്ലെ, കുറച്ചെങ്കിലൊക്കെ അതിൻ്റെ ഒരു അടുത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് അതിൽ അട്രാക്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും, അതിൽ വന്നിട്ട് അട്രാക്റ്റഡ് ആവുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇങ്ങനെ വന്നിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പൊ എന്താ സംഭവം? ഇതെന്താ, ഇതിന് ഇത്രയും സ്ഥലത്ത് എന്താ സംഭവം? എന്താ ഇവിടെ ദൂരെ വെച്ചിട്ട് അത് അട്രാക്റ്റഡ് ആവാത്തത്? അതായത് ഏതൊരു മാഗ്നറ്റിനും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ചുറ്റും ഒരു സ്ഥലമുണ്ട്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മാഗ്നറ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. എന്താണ്? ചില വസ്തുക്കളെ അത് അട്രാക്ട് ചെയ്യും. അപ്പൊ അട്രാക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്നതാണ് കാന്തിക സ്വഭാവം അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന്. അപ്പൊ എല്ലാ കാന്തങ്ങൾക്ക് ചുറ്റും കുറച്ച് സ്ഥലത്ത് ആ ഒരു മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ കാന്തിക സ്വഭാവം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കാന്തിക സ്വഭാവം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ആ വസ്തുക്കളെ വെച്ചാൽ അത് അതിൽ അട്രാക്റ്റ് ആവും. അപ്പോ ദ ഏരിയ അറൌണ്ട് എ മാഗ്നറ്റ് വേർ ദ മാഗ്നറ്റിക് എഫക്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് അല്ലെ, കാന്തിക സ്വഭാവം അനുഭവപ്പെടുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് വരകൾ എന്നായിരിക്കും പലർക്കും സംശയം. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് പഠിക്കാനും അല്ലെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വരകളായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കും. എന്താണ്, ഇങ്ങനെ ലൈൻസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാ കാന്തങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ കാന്തിക ബല രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നേരത്തെ നമ്മൾ കണ്ടത്, ഇതുപോലെയുള്ള വരകള്. പക്ഷെ ഈ വരകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാ കാന്തങ്ങൾക്ക് ചുറ്റും ഇതുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് കാന്തങ്ങളെ പരസ്പരം അടുത്ത് വെക്കാണ്. നമുക്കറിയാം ഇതിന് സ്വന്തമായിട്ട് എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലെ. ഇതിന് സ്വന്തമായിട്ട് അതുണ്ട് അല്ലെ, ഉണ്ട്. ഇനി അതുപോലെ ഇതിനൊന്നുണ്ട്, സ്വന്തമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരും അടുത്ത് വന്നു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് ഇതിന്റെ രണ്ടിന്റെയും ഈ എൻഡിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഇവര് സൗത്തും നോർത്തും ആണ് അല്ലെ. ഈ സൗത്തും നോർത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ നോക്കി നിൽക്കൂല, അവരെന്ത് ചെയ്യും, അവര് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, ലവ് ചെയ്യും അല്ലെ. കണ്ണും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ബോണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഈ
വരകൾ ഇങ്ങനെ ഇവർ ഫ്രണ്ട് ആകുന്ന രീതിയിൽ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്ത് ചെയ്യും? ഇവരിങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കും. അതാണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. നോക്കൂ, 2 കാന്തങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഇവർ ഫ്രണ്ട്സ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ഓപ്പോസിറ്റ് ആൾക്കാർ വരണം. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് ആൾക്കാർ വന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ബോണ്ടായിട്ട് ഇങ്ങനെ നിന്നത് അല്ലേ? ആണല്ലോ, ബോണ്ടായിട്ട് നിന്നതിന്റെ കാരണം ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഇവിടെ ഏത് പറയുന്നത് ഏത് ബോളാണ്, ബി എന്ന് പറയുന്നത് ഏത് ബോൾ എന്നാണ്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ഏതൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനും എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്, ദിശയുണ്ട്. ആ ദിശ എന്ന് പറയുന്നത് എപ്പോഴും നോർത്തിൽ നിന്നും തുടങ്ങിയിട്ട് സൗത്തിൽ വന്ന് ചേരുന്ന പോലെ ആയിരിക്കും. നോക്കൂ, നോർത്തിൽ നിന്നും തുടങ്ങിയിട്ട് സൗത്തിൽ ഇങ്ങനെ വന്നു ചേരുന്ന രീതിയിലായിരിക്കും ആ ലൈൻസ് ഉണ്ടാവുക. അപ്പൊ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് തുടങ്ങിയിട്ട് സൗത്തിൽ വന്നു ചേരുന്നത് പോലെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ ഫ്രണ്ട്സ് ആവുകയാണ് അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് ആവുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഡയറക്ഷൻ എന്താ? എപ്പോഴും എന്ത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോർത്തിൽ നിന്നും തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന രീതിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് നോർത്ത് എവിടെയാ സൗത്ത് എവിടെയും തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നോർത്തിനും സൗത്തിനും പകരം നമുക്ക് AB എന്നൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കാനല്ലേ മുത്തേ നമുക്ക് ഡയറക്ഷൻ ഉള്ളത്. നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഇതിന്റെ ആരോകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആരോ നോക്കൂ, എയിൽ നിന്നും ബിയിലേക്കല്ലേ ഇതിന്റെ ആരോ പോകുന്നത്. എയിൽ നിന്നും ബിയിലേക്ക് പോവാ എന്നതിനർത്ഥം ആരോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് നോർത്താണ്, ബി എന്ന് പറയുന്നത് സൗത്ത് ആണ്. സെറ്റാണല്ലോ? എ എന്ന് പറയുന്നത് നോർത്ത് ആണ്, ബി എന്ന് പറയുന്നത് സൗത്ത് ആണ്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. മാക്സിമം പോയി കഴിഞ്ഞാൽ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് മാത്രമാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. കണ്ടല്ലോ, ഇവിടെ 2 കാന്തങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവരങ്ങോട്ട് ഫ്രണ്ട്സ് ആവും, ഇവരെന്ത് ചെയ്യും? ബോണ്ടാവും അല്ലെ? ബോണ്ടിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോഴും നോർത്തിൽ നിന്നും തുടങ്ങി സൗത്തില് അവസാനിക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ നമ്മളോട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെ 8ാം ക്ലാസ്സിൽ കടന്നു പോയിട്ടില്ല എന്ന് വേണം പറയാൻ. ആനുവൽ എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2ാമത്തെ ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. സോഫ്റ്റ് അയൺ സ്റ്റീലും പച്ചിരുമ്പും ഉരുക്കും എന്നിങ്ങനെ 2 പേരുകൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് 1, 2, 3, 4 ഈ 4 പോയിന്റുകൾ നിങ്ങൾക്ക് തന്നിട്ട് ഇതിൽ എഴുതാൻ പറയും. ഏതിനാണ് മാച്ച് ചെയ്തത്, യോജിപ്പിച്ചത് എന്നുള്ളത് നിങ്ങളോട് എഴുതി കൊടുക്കാൻ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു വീഡിയോയിലൂടെ അല്ല ഞാനിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അടുത്തൊരു വീഡിയോയിലൂടെ ആയിരിക്കും. പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്ക് ഇത് അറിയോ എന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. കമന്റ് ആയിട്ട് അറിയിക്കുമ്പോൾ എല്ലാം കൂടെ വാരി വലിച്ച് എഴുതണം എന്നില്ല. നിങ്ങൾ സോഫ്റ്റ് അയണിന്റെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ, 2 ഇയാൾക്കും 2 ഇയാൾക്കുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇയാളുടെ ആ 2 പോയിന്റ് എന്താന്നുള്ളത് എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായും കൃത്യമായും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം കമന്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.